ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് SSLC ഫലം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ SSLC ഫലം കാത്തിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി അപ്പൂപ്പന് അവരോട് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണ്? 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. കുട്ടികൾ ആരും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല. രക്ഷകർത്താക്കൾക്ക് അതിനേക്കാൾ വലിയ ഉത്കണ്ഠയാണ്. ഏത് പരീക്ഷ എഴുതാൻ പോയാലും, എത്ര പരീക്ഷ എഴുതി ശീലിച്ചിട്ടുള്ളവരായിരുന്നാലും, എത്ര ഉയർന്ന മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കുട്ടിയായിരുന്നാലും, പരീക്ഷ എഴുതി ശേഷം റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ഈ റിസൾട്ട് വരുന്നവരെ ഒരു ഉത്കണ്ഠ ഉണ്ടാവും. മിനിസ്റ്ററിൻ്റെ ആ 10ാം ക്ലാസ്സിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ആ ഫലം വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തെ പരീക്ഷ ആരംഭിച്ച കാലം മുതൽ തന്നെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും രക്ഷകർത്താക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ തന്നെ അവൾക്ക് ഉത്കണ്ഠ ഇരിക്കുകയാണ്. അത് മാറുന്ന പ്രശ്നമേ ഇല്ല. അതിപ്പം ഇപ്രാവശ്യം പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും ഇപ്പം നിങ്ങൾ വന്നതിന് ശേഷം ഒരു കുറേ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ തന്നെ വിളിച്ച് കാണും. വേറൊന്നുമല്ല ചോദിക്കുന്നത്. 3 മണിക്കാണെന്നറിയാം, എന്നാലും വീണ്ടും ചോദിക്കുകയാണ് 3 മണിക്കാണോ. എപ്പോഴാണ് ഒരു 4 മണിയോടുകൂടി എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ +1-ലേക്കുള്ളൊരു പ്രവേശനമാണ്. അപ്പം അതിന് പ്രാപ്തമായ സീറ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു, അതിന് കുറ്റമറ്റതായ സംവിധാനങ്ങളാണ് ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. ടോട്ടൽ സീറ്റും അതുപോലെ തന്നെ ഉപരിപഠനത്തിന് മറ്റു ചില മാർഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പോളിടെക്നിക്കിലുണ്ട്, IT ഉണ്ട്, അതുപോലുള്ള വിവിധ മറ്റ് കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികൾ, എല്ലാ കുട്ടികളും +1 ചേരില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണക്ക് കാണിക്കുന്നത്. അവസാനമായി വിജയവുമുണ്ട് തോൽവിയുമുണ്ട്. ഇതിനെ എങ്ങനെ വേർതിരിച്ച് കാണണമെന്നാണ് മന്ത്രി അപ്പൂപ്പന് കുട്ടികളോട് പറയാനുള്ളത്? അല്ല, വിജയിച്ചവരും സന്തോഷിക്കുക. ഏതെങ്കിലും കാരണവശാൽ സാങ്കേതികമായി തോറ്റുപോകുന്ന കുട്ടികൾ അത് നിരാശപ്പെടേണ്ട കാര്യമില്ല. അവരെ അടുത്ത പരീക്ഷ എഴുതി ജയിച്ചവർക്ക് വരാൻ വേണ്ടി പറ്റും. അത് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ തോറ്റുപോയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അത് അതിൻ്റേതായ രീതിയിൽ കണ്ട് മുന്നോട്ട് പോവുക എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.